സജി ചെറിയാൻ ഇന്ന് മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും. BJP ഭരണഘടനാ ദിനമായി ആചരിച്ചാണ് പ്രതിഷേധം അറിയിക്കുന്നത്. നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന സിനിമ, സാംസ്കാരിക വകുപ്പുകൾ തന്നെ സജി ചെറിയാൻ ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഫിഷറീസ് വകുപ്പ് കൂടി തന്റെ തിരിച്ചു ലഭിക്കും എന്നും സൂചനയുണ്ട്. ഇതോടെ VN വാസവൻ, V അബ്ദുൾ റഹ്മാൻ തുടങ്ങിയ മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, ഇനി അറിയേണ്ടത് സജി ചെറിയാന് പഴയ വകുപ്പുകൾ തന്നെയാണോ തിരികെ ലഭിക്കുക, അല്ലോ മറ്റു വകുപ്പുകളാണോ? അത് ഏതെല്ലാം വകുപ്പുകൾ എന്നതിനെ സംബന്ധിച്ചാണ്. അതോടൊപ്പം തന്നെ പേഴ്സണൽ സ്റ്റാഫിലെ പണ്ടുണ്ടായിരുന്നവർ അവരെല്ലാം വ്യത്യസ്ത മന്ത്രിമാരുടെ സ്റ്റാഫിലേക്ക് പുനർവിന്യാസം നടത്തിയിരുന്നു. അവരെല്ലാം മടക്കിക്കൊണ്ടുവരുമോ? പുതിയ ആളുകൾ വരുമോ? എന്താണ് ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? മൂന്ന് വകുപ്പുകളാണ് പ്രധാനമായി സജി ചെറിയാൻ ആദ്യം മന്ത്രിയായിരുന്നപ്പോൾ വഹിച്ചിരുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം സാംസ്കാരിക വകുപ്പ്, കലാസാംസ്കാരികം, കൂടാതെ ഫിഷറീസ് എന്നീ വകുപ്പുകളാണ്. ഇത് കൂടാതെ യുവജനക്ഷേമവും ഇദ്ദേഹത്തിൻ്റെ വകുപ്പായിരുന്നു. ഇത് 3 മന്ത്രിമാർക്കായിട്ടാണ് വീതിച്ചു നൽകിയത്. ഒന്ന് കലാസാംസ്കാരികം VN വാസവനും, ഫിഷറീസ് V അബ്ദുൾ റഹ്മാനും, കൂടാതെ യുവജനക്ഷേമം മുഹമ്മദ് റിയാസിനുമായിരുന്നു. ഇതിൽ 2 വകുപ്പുകൾ തിരിച്ച് സജി ചെറിയാന് തന്നെ നൽകും എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അതായത് സാംസ്കാരികവും കലാസാംസ്കാരികവും കൂടാതെ ഫിഷറീസും സജി ചെറിയാൻ തന്നെ തിരികെ നൽകും. അങ്ങനെയാണെങ്കിൽ VN വാസവനാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി. സ്വാഭാവികമായി VN വാസവനിൽ നിന്ന് സാംസ്കാരിക വകുപ്പ് സജി ചെറിയാനിലേക്ക് എത്തും. കൂടാതെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്ദുൾ റഹ്മാനിൽ നിന്ന് ഫിഷറീസ് വകുപ്പ് സജി ചെറിയാനിലെത്തും എന്നാണ് സൂചന. എന്തായാലും ഈ നേരത്തെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫിലെ വിവിധ അംഗങ്ങളെ വിവിധ മന്ത്രിമാരുടെ സ്റ്റാഫുകളായി പുനർവിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായി ആ മന്ത്രിമാരുടെ സ്റ്റാഫുകൾ പൂർണ്ണമായി സജി ചെറിയാൻ്റെ സ്റ്റാഫായി തിരിച്ചെത്തില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. കൂടുതൽ പുതിയ ആളുകൾ കൂടി സജി ചെറിയാൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞ. 4 മണിക്ക് രാജ്ഭവനിൽ ഗവർണർ സത്യവാചകം ചൊല്ലി നൽകും. കൂടാതെ മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, ഇടതുപക്ഷ നേതാക്കളടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. എന്നാൽ പ്രതിപക്ഷം പൂർണ്ണമായി ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. പ്രതിപക്ഷം 12 മണിക്ക് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. DCC നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഇന്ന് കരിദിനമായി UDF ആചരിക്കുന്നുണ്ട്. അതേസമയം BJPയും പ്രതിഷേധ രംഗത്താണ്. BJP ഇന്ന് ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കും. രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രത്യേക പ്രതിഷേധ പരിപാടിയും നിശ്ചയിച്ചിട്ടുണ്ട്. കിരൺ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി അനന്തപുരിയിലെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോഴും തനി ഓണാട്ടുകരക്കാരൻ്റെ ഭാഷയും ശൈലിയുമാണ് സജി ചെറിയാൻ. പല അധികായന്മാരെയും പിന്നിലാക്കി CPMന്റെ നേർനിരയിലേക്കുള്ള സജിയുടെ വളർച്ചയും മന്ത്രിസ്ഥാനത്തു നിന്നുള്ള പതനവുമെല്ലാം കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്തതാണ്. മന്ത്രി എന്ന നിലയിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച സജി ചെറിയാൻ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാര കസേരയിൽ കൂടുതൽ കരുത്തോടെ എത്തുകയാണ്. ഒരു സ്വതന്ത്രമായ തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്. ആ സ്വതന്ത്രമായ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ആശയവിനിമയം നടത്തിയതിനു ശേഷം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന എന്റെ അഭിപ്രായം. അതിനാൽ ഞാൻ എന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ്. സജി ചെറിയാന്റെ രാജിക്ക് ശേഷം മറ്റൊരു മന്ത്രിയുണ്ടാകുമോ എന്ന ചോദ്യം കേരളമാകെ ഉയർന്നെങ്കിലും ആലപ്പുഴക്കാർക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാൾ 2ാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. ജില്ലയിലെ പാർട്ടിയേക്കാൾ അക്കാര്യത്തിൽ വാശി സംസ്ഥാന നേതൃത്വത്തിനായിരുന്നു. G സുധാകരന്റെ അനുയായിയായി വന്ന സജി ചെറിയാൻ VS പിണറായി പോര് രൂക്ഷമായിരുന്ന കാലത്ത് പിരിച്ചുവിടപ്പെട്ട കഞ്ഞിക്കുഴി AC-യുടെ അഡ്ഹോക് കമ്മിറ്റി സെക്രട്ടറിയായിരുന്നു. VS അനുകൂല വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താൻ പിണറായി പക്ഷം അന്നുപയോഗിച്ച വടിയായിരുന്നു ചെങ്ങന്നൂരിൽ നിന്നുള്ള യുവജന നേതാവ് സജി ചെറിയാൻ. അന്ന് G സുധാകരന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി. വളരെ പെട്ടെന്നാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. KK രാമചന്ദ്രൻ നായരുടെ മരണത്തോടെ ചെങ്ങന്നൂരിൽ MLA. ഇളകിമറിഞ്ഞ മണ്ഡലം പിന്നെ CPMന്റെ ഉറച്ച കോട്ടയായി. പുതിയ മുഖങ്ങളെ അണിനിരത്തി 2ാം പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ സജി ചെറിയാന് ആദ്യം പുറന്തള്ളേണ്ടി വന്നത് സ്വന്തം നേതാവായ G സുധാകരനെ തന്നെയെന്നതും ചരിത്രം. ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയിൽ സുധാകരൻ വീണുപോയപ്പോൾ മന്ത്രിയായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു സജി ചെറിയാൻ. ജില്ലയിലെ പാർട്ടിയിലും അപ്രമാദിത്വം അദ്ദേഹം അരക്കിട്ടുറപ്പിച്ചു. ഒടുവിൽ നാവുപിഴയിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും മടങ്ങി വരുമെന്ന ഉറച്ച ആത്മവിശ്വാസം
മറ്റാരേക്കാളും സജി ചെറിയാനുണ്ടായിരുന്നു. ഞാൻ രാജിവെച്ചതിന്റെ ധാർമ്മികത പാർട്ടിയുടെ ധാർമ്മികത ഒത്തുപിടിച്ചു. ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞാൻ നിയമവിരുദ്ധമായോ ഭരണഘടനാ വിരുദ്ധമായോ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ ജീവിതത്തിൽ വിമർശനങ്ങൾ ഏറെയുണ്ടെങ്കിലും മികച്ച ഭരണകർത്താവാണ് സജി ചെറിയാൻ എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങളില്ല. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയിൽ രശ്മി രാജ് എന്ന യുവതി മരിച്ച സംഭവത്തിൽ ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. നഗരസഭ ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുകയാണ്. ഹെൽത്ത് വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന സുനുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും നേരത്തെ പരാതി ഉണ്ടായപ്പോൾ അടച്ച ഈ ഹോട്ടൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയപ്പോൾ വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നടത്തിയില്ല എന്നുള്ള പ്രാഥമികമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ചെയ്തത്. എന്തായാലും നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കേരളമാകെ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുകയാണ്. പക്ഷേ ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഇത്തരം ഒരാൾ മരണപ്പെടുക അല്ലെങ്കിൽ അത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടാകുക ഈ സമയത്ത് മാത്രമാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്നത് മാത്രമാണ്. തുടർച്ചയായി പരിശോധനകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം, വൃത്തിയുള്ള ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് വലിയ വില കൊടുത്ത് ഈ വൃത്തികെട്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പഴകിയ ഭക്ഷണം, മോശം ഭക്ഷണം എല്ലാം കഴിക്കേണ്ട അവസ്ഥയുണ്ടാവും. നമുക്ക് ശ്രീജിത്തിലേക്ക് തന്നെ കിടക്കാം. ശ്രീജിത്ത്, എന്താണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അതോടൊപ്പം തന്നെ ഈ രാസപരിശോധനാ റിപ്പോർട്ടുമൊക്കെ ഇനി വരാനുണ്ടല്ലോ. കിരൺ, ഇന്നലെ തന്നെ നഗരസഭയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. BJP കൗൺസിലർമാർ നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ചപ്പോൾ തന്നെ അവർ പ്രഖ്യാപിച്ചതാണ് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്ന്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഹെൽത്ത് സൂപ്പർവൈസർ MR സാനുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് കാരണം കഴിഞ്ഞ തവണയും വിഷബാധ ഉണ്ടായപ്പോൾ ഈ ഹോട്ടൽ പൂട്ടുകയും അവർക്ക് നോട്ടീസ് നൽകുകയും ഏതാണ്ട് 10ഓളം കാര്യങ്ങൾ ഇതിൽ പരിഷ്കരിക്കേണ്ടതുണ്ട്, നന്നാക്കി വരേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇതിന്റെ ഹോട്ടൽ ഒരിടത്ത് പ്രവർത്തിക്കുന്നു, അടുക്കള മറ്റൊരു സ്ഥലത്ത്, ഇവിടെ നിന്ന് വിട്ടുമാറി പ്രവർത്തിക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു നഗരസഭ നൽകിയത്. ഈ അടുക്കളയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടും 10 ദിവസത്തിനകം ഹോട്ടൽ തുറന്ന് 10 ദിവസത്തിനകം ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഹോട്ടൽ ഉടമ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ അത് പാലിച്ചിരുന്നില്ല. ഇത് പാലിക്കാത്തത് നഗരസഭാ അധികൃതർ, സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ളവർ അത് നിരീക്ഷിച്ച് തുടർ നടപടികൾ എടുത്തിട്ടില്ല. അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് MR സാനുവിനെതിരെ സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഈ ഹോട്ടൽ തന്നെയാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ് രശ്മി ഭക്ഷണം കഴിച്ചത്, വാങ്ങിയത് എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണത്തിലാണ്. പോലീസിന് പ്രാഥമികമായി കൃത്യമായൊരു വിവരം ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് രശ്മിയുടെ ഫോണിൽ അത്തരം മൊബൈൽ ആപ്ലിക്കേഷനുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസിന് വ്യക്തമായത്. മറ്റു പരിശോധനകൾ, സുഹൃത്തുക്കളുടെ മൊഴി, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് ഈ 31-ാം തീയതി അവിടെ നിന്ന് നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. അത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അവരുടെ എല്ലാം പരാതിയുണ്ട്. അവരുടെ ആ വിഷയത്തിൽ കേസ് അന്വേഷണവും ഈ ഹോട്ടൽ അടപ്പിക്കുന്ന നടപടിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രശ്മിയുടെ കേസ് പ്രത്യേകം തന്നെ, അതൊരു മരണമുണ്ടായ കേസായതുകൊണ്ട് തന്നെ അതിൽ ഇത്തരം തെളിവുകൾ വേണ്ടതുണ്ട്. ഇപ്പുറത്ത് രശ്മിയുടെ ഈ രാസപരിശോധനാ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അണുബാധയുണ്ടായി, അതാണ് വെന്റിലേറ്ററിൽ കിടക്കുകയും പിന്നീട് ആന്തരാവയവങ്ങൾ പലതും പൂർണ്ണമായും തകരാറിലാകുകയും ചെയ്ത സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അത് ഈ ഭക്ഷണത്തിൽ നിന്ന് തന്നെ ഉണ്ടായ വിഷമാണ് എന്ന് തെളിയിക്കാൻ രാസപരിശോധനാ ഫലം, അതിന്റെ അന്തിമ ഫലം, കേവലം ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനപ്പുറത്തേക്ക് അവയവങ്ങളുടെ, ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. അതിന് തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അത് വന്ന ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത കൈവരിക. കിരൺ, എന്തായാലും ഈ തരത്തിൽ അന്തിമമായ ഒരു ഫലം വരേണ്ടതുണ്ട്. കോടതിയിലാണ്, കേസാണ്. കേസിനെ സംബന്ധിച്ച് സ്വാഭാവികമായും നിയമപരമായി എങ്ങനെയൊക്കെയാണ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം രാസപരിശോധനാ ഫലങ്ങളും എല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം അന്വേഷണം തുടരുകയാണ്. നയന സൂര്യന്റെ മരണത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി സുഹൃത്ത്. വാർത്ത ഇടവേളയ്ക്ക് ശേഷം. സംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി സുഹൃത്ത്. നയന സൂര്യന്റെ സുഹൃത്താണ്
എങ്ങനെയാണ് നയന സൂര്യന്റെ മരണത്തിൽ ദുരൂഹത വന്നത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. നയനയുടെ മുറി അകത്ത് നിന്ന് പൂട്ടിയിരുന്നുവെന്ന് ഉറപ്പില്ലെന്ന് മൃതദേഹം കണ്ടെത്തിയ ദിവസം വീട്ടിലെത്തിയ സുഹൃത്ത് മെറിൻ ന്യൂസ് 18 പറഞ്ഞു. സ്വയം ശരീരത്തെ പീഡിപ്പിച്ച് നയന മരിക്കുമെന്ന് കരുതുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ട് വിചിത്രമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടാൽ ആർക്കും മരണത്തിലെ ദുരൂഹത വ്യക്തമാകും. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല എന്ന നിർണായകമായ ചോദ്യം കൂടി മെറിൻ ഉന്നയിക്കുന്നുണ്ട്. മെറിന്റെ വിശദീകരണത്തിലേക്ക്. ഈ നയനയുടെ മരണം 3 വർഷം കഴിയുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത്. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇതുവരെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് മേൽ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാത്തതും ഈ ഒരു വിഷയം ഇതുവരെ പുറത്തു കൊണ്ടുവരാത്തതും? കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ മീഡിയയിൽ വരുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഫൈൻഡിങ്സ് ആണ് അവർ കൊണ്ടുവന്നിരുന്നതെന്ന് മനസ്സിലാകുന്നത്. അതുവരെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും അനുഭവിച്ചിട്ടാണ് ആ കുട്ടി പോയത് എന്നുള്ളത് നമ്മൾ ആരും, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഓഫ്കോഴ്സ് അന്ന് ആ സമയത്ത് തന്നെ നമ്മൾക്ക് ഈ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ളത് ഷുവറായിട്ട് ഞങ്ങൾ എല്ലാം തന്നെ ആവശ്യപ്പെട്ടേന്. കാര്യം അത് സുഹൃത്ത് അതുപോലെ തന്നെ ഒരു മനുഷ്യജീവന്റെ കാര്യമാണല്ലോ. അപ്പോൾ അത് ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയാണൊരു മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡെത്ത്, കാരണം അവള് ഡിപ്രഷൻ വളരെ നല്ല രീതിയിൽ ലെനൻ സാറിന്റെ മരണത്തിന് ശേഷം അവൾക്ക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പുതിയ പ്രോജക്റ്റ് ചെയ്യണമെന്നും ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കരുതെന്നും പോയവരൊക്കെ പോയി നമുക്കിനി പുതുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതി ഞങ്ങൾ പല ഫ്രണ്ട്സും അവളെ വിളിക്കുകയും സമാധാനിപ്പിക്കുകയും വെളിയിൽ കൊണ്ടുപോയി ഒന്ന് ചായ കുടിക്കാം, നമുക്ക് വെളിയിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു കാര്യമാണെന്നുള്ളത് നമ്മൾ ആരും തന്നെ അറിയുന്നില്ല. അന്ന് ആ വീട്ടിൽ ചെല്ലുമ്പോൾ, കാരണം ഇത് മിസ്സിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആളിനെ കുറിച്ചൊരു അറിവില്ലാത്തതുകൊണ്ട് വിളിച്ചിട്ടെടുക്കാത്തതുകൊണ്ടും ഒക്കെയാണല്ലോ അവിടേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? നിങ്ങൾ എങ്ങനെയാണ് ഇത് ഡോർ തുറന്ന് കാണുന്നത്? അന്ന് നയനയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനത് ശരിക്കും എനിക്കറിയില്ലായിരുന്നു അത് ബർത്ത്ഡേ ആയിരുന്നു എന്നുള്ളത്. അവളുടെ നാട്ടിൽ നിന്ന് 2 പേര് വന്നതിന്റെ ആ ഒരു അവര് വിളിച്ചിട്ടാണ്, ഞങ്ങളുടെ വേറൊരു സുഹൃത്തിനെ വിളിച്ചു. ആ സുഹൃത്ത് കുറച്ച് ദൂരെ നിൽക്കുന്നത് കൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ ഒന്ന് പോയി നോക്കാമോ എന്ന് ചോദിച്ചു. രാത്രി കുറച്ച് നേരം 8, 8:30, 9 മണി കഴിഞ്ഞു. ഞാനത് സമയത്ത് ഞാനും എന്റെ മോളും കൂടെ അവിടം വരെ പോകാൻ ആന്റിയുടെ വീട്ടിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുക ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം അവിടെ ക്ലോസ്ഡ്. അപ്പം ഞങ്ങൾക്ക് വീടിനകത്തോട്ട് കയറാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇറ്റ് വാസ് ഓൾ ലോക്ക് ഡൌൺ. അപ്പം ഒരുപാട് തവണ വിളിച്ചു നോക്കി. അപ്പം ആളകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പം ഈ ഒരു സംഭവം നടക്കുന്നതിന് എനിക്കൊന്ന് 1-2 ആഴ്ച മുമ്പേ നയനെ ആലപ്പുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു, ഷുഗർ താന്നിട്ട്. അപ്പം അതും നമ്മുടെ മനസ്സിലോട്ട്, ഇനി അവള് ഷുഗർ വല്ലതും താന്നാകെ ബോധം കെട്ട് കിടക്കുവാണോ എന്നും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഫോണിൽ വിളിച്ച് അവളെ എവിടെയെങ്കിലും കണ്ടോ. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് പിന്നെ അവസാനം നമ്മൾ ഹൗസ് ഓണറിനെ വിളിച്ച് ഉണർത്തി. ഹൗസ് ഓണർ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. വിളിച്ച് ഉണർത്തി അദ്ദേഹത്തിന്റെ പക്കലുള്ള കീ വെച്ചിട്ടാണ് 2 ഡോറുണ്ട്. ആ 2 ഡോറും അദ്ദേഹത്തിന്റെ കീ വെച്ച് തന്നെ അദ്ദേഹം തുറന്ന് ഞങ്ങൾ കയറി കഴിഞ്ഞിട്ടാണ് നയനയുടെ റൂമിന്റെ അവിടെ എത്തുന്നത്. റൂമിന്റെ അവിടെ എത്തി ഞാനത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ മേളിൽ എനിക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. അത് മേളിൽ കുറ്റിയിട്ടേക്കുന്നു, സ്റ്റക്കായിട്ട് അത് തുറക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ തുറന്നു കഴിഞ്ഞപ്പം അകത്ത് ഭയങ്കര ഇരുട്ടാണ്. അപ്പം പോലീസിനെ ഞങ്ങൾ വിളിച്ചു. പോലീസിനെ പറഞ്ഞാൽ പോലീസ് നിങ്ങൾ തുറന്നോളാൻ പറഞ്ഞു, ശക്തി പ്രയോഗിച്ച് തുറന്നോളാൻ പറഞ്ഞു. തുറന്നു കഴിഞ്ഞ് ഞാൻ ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പം ആള് കിടക്കുകയാണ്, പാവിരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് വരുന്ന സംശയം, അത് കുറ്റിയിട്ടിരുന്നോ ഇല്ല എന്നുള്ളത് ആ സമയത്ത് നോക്കാൻ പറ്റിയില്ല. ഇല്ല, കാര്യം നമുക്കിത് തുറക്കുക, അവിടെ ആളുണ്ടോന്ന് അറിയുക, എന്തായാലും ആരോ അകത്തുണ്ടെന്ന് മനസ്സിലായി. കാരണം അത് അകത്ത് ലോക്ക്ഡ് ആണെന്നുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം തുറന്നു കഴിഞ്ഞ് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അവിടെ പായൊക്കെ വിരിച്ച്. ഈ കൂടെ ഉണ്ടായിരുന്ന 2 ചെറുപ്പക്കാരാണല്ലോ, പയ്യന്മാരാണ് തള്ളിയെടുക്കുന്നത്. അന്നേരം ഒരുപാട് പ്രസ് ചെയ്യേണ്ടി വന്നു. ഒരു 3 തവണയെങ്കിലും ഞങ്ങൾക്ക് അവർക്ക് പ്രഷർ കൊടുക്കേണ്ട വന്നു. ഞാൻ മാറി നിൽക്കായിരുന്നു. ആ സമയത്ത് അവിടെ ഹൗസ് ഓണറുണ്ട്. ആ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കൂടി നിൽക്കുന്ന കണ്ടേച്ചും അവരും പുള്ളിയും വന്നു. പിന്നെ എന്റെ മോള് താഴെ കാറിൽ കിടന്ന് ഉറങ്ങുന്നു. അപ്പൊ ഇത്രയും പേരൊക്കെ അവിടെ ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും ഉണ്ട്. അപ്പം ഒരു 3 തവണയെങ്കിലും തള്ളിയിട്ടാണ് അത് തുറന്നു വന്നത്. തുറന്ന ഉടനെ തന്നെ നമ്മൾ കൊച്ചിനും അങ്ങനെ കിടക്കുന്ന കണ്ടു, ചെരിഞ്ഞു കിടക്കുകയാണ്. അപ്പം എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഒട്ടനെ തന്നെ നമ്മൾ വാരിയെടുത്ത് 2 പയ്യന്മാര് അവർ വാരിയെടുത്ത് ഞങ്ങളുടെ ആ ഫ്രണ്ടിന്റെ കാറിൽ വെച്ച് ഞങ്ങളങ്ങ്
മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. ഈ കഴുത്തിൽ തുണി ചുറ്റിയ നിലയിലായിരുന്നു ബെഡ്ഷീറ്റ്. അതെ അതെ, കഴുത്തിലെന്നല്ല, മൊത്തത്തിൽ നമ്മളൊരു തുണി ഇങ്ങനെ കഴുത്തിലും കൈ ഇങ്ങനെ മൊത്തത്തിലൊന്നും ഇങ്ങനെ നമ്മളിപ്പം കിടന്നു കഴിഞ്ഞാൽ ഉരുണ്ടിട്ടുണ്ടെങ്കിൽ ചുറ്റി കിടക്കുമല്ലോ, വളരെ ലൂസ്ലി. ഇറ്റ് വാസ് നോട്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള നോട്ടോ ഒന്നുമല്ല, ലൂസ്ലി. യെസ്, കഴുത്തിന്റെ ചുറ്റും തുണിയുണ്ട്. അത് ഞാൻ പോലീസിനോട് പറയുകയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ അതെല്ലാം അങ്ങോട്ട് എടുത്തിട്ട് പുതച്ച് കിടക്കുന്ന പോലൊക്കെ തന്നെയാണ് തോന്നിയത്. പക്ഷെ എന്താ പറയുക, ചുരുട്ടിക്കൂട്ടിയ ഒരു തുണി അത് പക്ഷെ അവളുടെ ദേഹത്ത് തന്നെയായിരുന്നു. പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോവുക ചെയ്തു. കഴുത്തിൽ മുറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിങ്ങൾ ബോഡി എടുക്കുമ്പോൾ എന്തെങ്കിലും മുറിവ് കണ്ടില്ല? അതൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. കഴുത്തിന്റെ മുറിവും കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നേരെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇറ്റ് വാസ് ബ്രോഡ് ഡെഡ്. ഒരു മരണം നടന്നിട്ടൊരു 6-7 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു നമുക്ക്. ബിയർ കുപ്പി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാൻ അതൊന്നും കണ്ടില്ല. നമ്മൾക്ക് അതൊന്നും കാണാനായിട്ടുള്ള, കാരണം ഒന്ന് ഇരുട്ടായിരുന്നു. ലൈറ്റ് ഇട്ടു, അവിടെ കണ്ടു, ഉടനെ എടുത്തുകൊണ്ട് പോയി. ബാക്കിയുള്ളതെല്ലാം പിറ്റേ ദിവസം പോലീസോ ഫോറൻസിക്കാരോ ഒക്കെ വന്ന് നോക്കിയതാണ്. ഞങ്ങൾ പിന്നെ അവിടെ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ നിന്നില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഹൗസ് ഓണറും പിന്നെ ഞാൻ പറഞ്ഞ അടുത്ത വീട്ടിലൊരു ചേട്ടനുണ്ട്. അത് ആരാന്ന് പോലും എനിക്കിപ്പം ഓർമ്മ കിട്ടുന്നില്ല. അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് പോവാ ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ കേസിന് ഒരു ഫോളോ അപ്പ് ഉണ്ടാവാതെ പോയത്? പിന്നീട് നിങ്ങളുടെ ഒരു ഇടപെടൽ ആരുടെയും ഉണ്ടാവാതെ പോയത് എന്തുകൊണ്ടാണ്? കാര്യം ഒരു 3-4 തവണ എന്നെയും എൻ്റെ സുഹൃത്തിനെയും ഒക്കെ വിളിപ്പിച്ചു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം. ഇല്ല, ഒന്നുമില്ല, ഇതിന്റെ കേസിന്റെ നടപടിയുടെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യനിങ് ആണ് എന്ന്. നിങ്ങൾ എന്താ അപ്പം എന്താണ് അവിടെ കണ്ടത്? ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ അവരും ഞങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് ചോദിച്ചു. ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങൾ എപ്പോഴും ചോദിക്കും എന്തെങ്കിലും പ്രശ്നം? ഈ പ്രശ്നമൊന്നുമില്ല, ഇതെല്ലാം കേസിന്റെ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമാണ്. സോ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഷുഗർ താന്നു അല്ലെങ്കിൽ ബോധം കിട്ടു. അവൾ വളരെ ഡിപ്രഷനിലാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ അവള് ഡിപ്രഷനിലാണെന്നറിയാം. അതോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര കുറവാണ്, അത് നമുക്കറിയാം. അപ്പം സോ ഞങ്ങൾ വിചാരിച്ചു പാവം അവള് അങ്ങനെ ഒരു സംഭവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്തുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഷുവറായിട്ടും നമുക്ക് ആ സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു പ്രഷർ അവരുടെ വീട്ടുകാർക്കും പിന്നെ പോലീസിനും ഒക്കെ കൊടുക്കാറുണ്ട്. ഈ ലെനിൻ രാജേന്ദ്രന്റെ ആരോഗ്യാവസ്ഥ മോശമാവുകയും അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി ചെന്നൈയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നയനയും അവിടേക്ക് എത്തി. പിന്നീട് അവിടെ നയനയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു ചിലരിൽ നിന്ന് അനുഭവപ്പെടേണ്ടി വന്നു എന്ന് കേൾക്കുന്നു. എന്തെങ്കിലും അറിയാമോ? ഇല്ല, അവള് ലെനിൻ സാറിന് വയ്യാതായപ്പോ തന്നെ അവള് വളരെ കാര്യം കാശിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള ചികിത്സാ സഹായം ചെലവ് കാര്യങ്ങള് അപ്പൊ ഇവിടെ ഉള്ള മിനിസ്ട്രി കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു നയന തന്നെയായിരുന്നു അതിന്റെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ അവൾ അവിടെ പോയി, സാറിന്റെ വൈഫും അവിടെ ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി വലിയ ഇതില്ല, കാര്യം ഞാൻ ആ സമയത്ത് കുറച്ച് തിരക്കിലായി പോയി. പിന്നെ ഞാൻ അറിയുന്നത് സാർ മരിച്ചു എന്നുള്ള മരണ വാർത്തപ്പം സാർ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊക്കെ പേടിച്ചു. നയനയുടെ കാര്യം വാട്ട് വിൽ ഹാപ്പൻ ടു ഹർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇതായിരുന്നു. അപ്പം അതാണ്. ചെന്നൈയിൽ എന്തെങ്കിലും സംഭവിച്ചുവെന്നോ അക്കാര്യം നയന പറയുകയോ ചെയ്തിരുന്നില്ല? ഇല്ല, കാരണം വിളിക്കുമ്പോഴൊന്നും അങ്ങനെ കിട്ടാറില്ല. ഇടയ്ക്ക് വിളിക്കുമ്പം പറയും ചേച്ചി ഞാൻ തിരക്കിലാണ്, ബിസിയാണ്, ഞാൻ ഇതിന്റെ എല്ലാം നടുക്കാണ് എന്നൊക്കെ പറയും. ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല, ബെറ്ററായി വരുന്നു, അല്ലെങ്കിൽ നോക്കട്ടെ, അത്രേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നുമില്ല. ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ ഉള്ളതായിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യം, ഈ സ്വയം ശരീരത്തെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ശീലമുള്ള ആളുകൾ വളരെ ചുരുക്കം ആളുകളുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ട്. കാരണം ഈ മുറിവും കാര്യമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടാകാം. തുണി കൊണ്ട് കഴുത്തിൽ മുറുക്കുക, അങ്ങനെ എപ്പോഴെങ്കിലും മുമ്പ് നയനയോട് ഇടപെടുമ്പോൾ അങ്ങനെ അസ്വാഭാവികമായ രീതിയിൽ പെരുമാറുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഫോറൻസിക് ഞാൻ കണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതാണ് ഫോറൻസിക് റിപ്പോർട്ടെങ്കിൽ അതല്ല, വേറെ റിപ്പോർട്ടുണ്ട്. അപ്പം എനിക്കറിയില്ല, നയന അങ്ങനെ ഒരാളല്ല, അങ്ങനെ സ്വയം മുറിവേൽപ്പിച്ച്. ഞാൻ കണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് എന്തായാലും നയന സൂര്യന്റെ മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ആകെ കൂടി സുഹൃത്ത് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? കിരൺ, ഇതിൽ വലിയ ദുരൂഹതയുണ്ട്. കാരണം ആകെ ഈ കേസിൽ പറയുന്നത് അകത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടിരുന്നു, നയനയുടെ കിടപ്പുമുറിയുടെ കുറ്റി അകത്തു നിന്നിട്ടിരുന്നു, അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതക അല്ല എന്ന നിഗമനത്തിലേക്കാണ് ആദ്യം മുതൽ പോകുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ, നയനയെ ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടാതായി അവിടെ എത്തിയ സുഹൃത്തുക്കളിൽ ഒരാളാണ് മെറിൻ നമ്മളോട് പറയുന്നത് അവിടെ വാതിൽ കുറ്റിയിട്ടിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇറുകി അടഞ്ഞ നിലയിലായിരുന്നു.
ഈ വാതിൽ തള്ളി തുറക്കുകയാണ് ചെയ്തത്. പോലീസിനെ വിളിച്ചു. അപ്പോൾ അവർ തള്ളി തുറക്കാൻ പറഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന 2 യുവാക്കൾ ഏതാണ്ട് 3 തവണ തള്ളിയപ്പോൾ തന്നെ ഈ വാതിൽ തുറന്നു. അതുകൊണ്ട് തന്നെ ഇത് കുറ്റിയിട്ടിരുന്നോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല, പൂട്ടിയിരുന്നോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഈ വാതിലിലേക്ക് എത്തും മുൻപ് മറ്റ് 2 വാതിലുകൾ കൂടിയുണ്ട്. ഈ 2 വാതിലുകളും താക്കോൽ ഉപയോഗിച്ച് വീട്ടുടമ തന്നെ തുറന്നുവെന്നാണ് സുഹൃത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ നയന വീട്ടിൽ നിന്ന്, നയന ഉയരം കുറഞ്ഞ ആളാണ്, മുകളിലെ കുറ്റിയിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പൂട്ടിയെടുക്കുന്ന രീതി ഉണ്ടായിരിക്കാം. പുറത്തു നിന്ന് തുറന്നു കയറാനും പറ്റും. അങ്ങനെയെങ്കിൽ 2 വാതിലുകൾ തുറന്നു കയറുകയും മൂന്നാമത്തേത് തുറന്ന് കയറാൻ പറ്റാത്ത സാഹചര്യം. അവിടെ ഈ ലോക്ക് വളരെ ശക്തമായി ഇറുകിയിരുന്നു, അല്ലെങ്കിൽ വാതിൽ അടഞ്ഞിരുന്നു, അത് തള്ളി തുറക്കുകയായിരുന്നു. പൂട്ടിയിരുന്നു എന്ന കാര്യം ഉറപ്പില്ലെന്ന് പറയുന്നു. അതോടൊപ്പം മുറിവുകളുടെ കാര്യം, ഒരു കാരണവശാലും ഈ സ്വയം ശരീരത്തിൽ പീഡനമേൽപ്പിച്ച് ഇങ്ങനെ വയറ്റിലിടിക്കുകയോ കഴുത്തിൽ മുറിവേൽപ്പിക്കുകയോ ചെയ്ത് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രകൃതമുള്ള ഒരാളല്ല നയന എന്ന കാര്യമാണ് സുഹൃത്ത് പറയുന്നത്. മാത്രമല്ല, ഈ പോലീസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എഫ്ഐആറിൽ പറയുന്നത് ഈ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, മാനസിക പ്രയാസമുണ്ടായിരുന്നു, ഇതുവഴി മരണപ്പെട്ടു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അതിനുശേഷം ഈ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏതാണ്ട് 3 വർഷമാകുന്നു. മുറിവുകളുടെ കാര്യം ഉൾപ്പെടെ, ആന്തരിക അവയവങ്ങളിലെ രക്തസ്രാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടും ആ വഴിയിലേക്ക് ഒരു അന്വേഷണം പോയില്ല. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നുകിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടന്നു. ഈ 2 സാധ്യതകളാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഇതിന്റെ പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ട്. റിപ്പോർട്ടുകളെല്ലാം കമ്മീഷണർ ഓഫീസിലേക്ക് വരുന്നു. DCP ഉൾപ്പെടെയുള്ളവർ അത് പരിശോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഈ കേസ് കൈമാറാനുള്ള സാധ്യതയുമുണ്ട്. കിരൺ, വിനോദ്, നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. 10 മണിക്ക് വളരെ വിശദമായി തന്നെ ഈ വാർത്തകൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി പരിശോധിക്കാം. എന്തായാലും ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.